ആഴങ്ങളിൽ കടലിന്റെ അടിത്തട്ടിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ ഇത് യേശുദാസൻ. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശിയാണ്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ ദൈവകൃപ കൊണ്ട് തരണം ചെയ്ത ഇദ്ദേഹം നല്ലൊരു വിശ്വാസി കൂടിയാണ്. ആത്മീയമായ നിരവധി അനുഭവങ്ങളാണ് കടലിനുള്ളിൽ യേശുദാസിനെ തേടിയെത്തിയത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് യേശുദാസൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് യേശുദാസൻ, അറിയപ്പെടുന്നത് മൂലയിൽ ദാസൻ എന്നറിയപ്പെടും. താമസിക്കുന്നത് ശക്തികുളങ്ങര ജോൺപേട്ട പള്ളിയുടെ തൊട്ടടുത്ത് ഉള്ള വീടാണ്. എൻ്റെ ജോലി മത്സ്യബന്ധനം. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചപ്പോഴത്തേക്ക് 10ാം ക്ലാസ് പൂർത്തിയായപ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം 9 മക്കളുടെ ഇടയിലുള്ള 7ാമത്തെ ആണ് ഞാൻ. പിന്നെ മുൻപോട്ട് പഠിത്തം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അപ്പനെ കൊണ്ട് മാത്രം വീട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പണിക്കുവാൻ തുടങ്ങി. പണിക്കുമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ വളർത്തിയത് ഞങ്ങൾക്കൊരു 6-7 പശുക്കളുണ്ടായിരുന്നു. ഈ മത്സ്യബന്ധനം, അപ്പൻ്റെ മത്സ്യബന്ധനം കൂടാതെ 6-7 പശുക്കളുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അതിന് ആഹാരം കൊടുക്കുകയും അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. അതെങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് വരെ പൂർത്തിയായി. എന്നിട്ട് ഞങ്ങൾ അപ്പൻ തന്നെ പറഞ്ഞ, മോനെ ഇനി പോകണ്ട, എന്നെ ഒരു ഫ്രീസിംഗ് പ്ലാന്റിനകത്ത് ഓപ്പറേറ്ററായിട്ടുണ്ട് നിർത്തി. അപ്പോൾ അത് ശമ്പളം ഒന്നും വലുതായിട്ടില്ല. 3 വർഷം ഞാൻ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ശമ്പളം ഇല്ലാത്തതിൻ്റെ പേരിൽ, അതായത് അന്ന് തുച്ഛമായി 100 രൂപ പഠിക്കാമെന്നും പറഞ്ഞാൽ അവർ ശമ്പളം 100 രൂപയാണ്. അത് തുറന്നങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പനും എൻ്റെ സൗകര്യം കിട്ടിയ ആളുമായിട്ട് വന്ന് എന്നോട് പറയാം, നീ പണിക്ക് പോകണ്ട, നിന്നെ ബോട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾക്കൊരു ബോട്ട് ജ്യേഷ്ഠൻ്റെ പോയ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ബോട്ടിൽ കൂടെ കൊണ്ടുപോയി. മറ്റ് ഒരു കുഴപ്പമില്ല. ആദ്യമായിട്ട് പണിക്ക് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഛർദിലോ മറ്റങ്ങനെയൊന്നുമില്ല. ആദ്യം തന്നെ അവരുടെ ഒപ്പം ആഹാരം കഴിക്കുകയും എല്ലാ പണികളും അവർ ചെയ്യുന്ന അതോടൊപ്പം എന്നുള്ള ജോലിയെല്ലാം ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയും 71 വയസ്സ് ഇപ്പോഴും പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇതിനെപ്പറ്റി ചിന്തയില്ല. എനിക്ക് ബോട്ടോ അല്ലെങ്കിൽ വള്ളമോ വലയോ ഒന്നും അറിയില്ല. ബോട്ട് ഫിഷിങ്ങിലാണ്. 30 അടി ബോട്ടിനകത്താണ് ഞാൻ പണിക്കുവാൻ തുടങ്ങുന്നത്. ഇതിനെപ്പറ്റി ആരും പേടിയോ മറ്റോ ഇതിനെപ്പറ്റി കടലിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പനും ജ്യേഷ്ഠനുണ്ട് കൂടെ. അവിടെ ഒരു തണലിലാണ് ഞാൻ പോയത്. ഈ ദൈവവിളി നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്, അങ്ങനെ അതല്ല. നമ്മൾ അതിനെപ്പറ്റി ദൈവത്തെ പോലും വിളിച്ചിട്ടില്ല വേണമെങ്കിൽ, സത്യം പറഞ്ഞാൽ. നമ്മൾ ഒരു അപ്പനും ചേട്ടനെ കൊണ്ടുപോയതാണ്. അപ്പോൾ അവരോടൊപ്പം നമ്മളങ്ങ് പണിക്ക് പോയി. ഒരു കുഴപ്പമില്ലാതെ അവരുടെ ഒപ്പം ഇരുന്ന് ജോലിയും ചെയ്ത് ആഹാരമൊക്കെ കഴിച്ചു. മറ്റു യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല.
ഞാൻ പണിക്ക് വന്ന് അന്ന് ഞങ്ങൾ വെളുപ്പിനെ 5 മണിയാകുമ്പം ബോട്ട് പോകും. സാധാരണ നടക്കുന്നത് പോകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. സാധാരണ കിടക്കുന്ന കണക്കുള്ള കടലിലാണ്. ബോട്ടാണ്, ഞാൻ വള്ളത്തിലല്ല പോകുന്നത്. ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരുടെ പോയി ഏതാണ്ട് കായംകുളത്തിന് തെക്കുവശത്ത് നിന്ന് വലയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ അല്ല അന്ന് അരമണിക്കൂറൊക്കെ വലിക്കത്തുള്ളൂ. ആ വല വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ എടുത്തപ്പോഴത്തേക്ക് നിറയെ ഏട്ട മത്സ്യവും നാരൻ ചെമ്മീനും ഉണ്ടായിരുന്നു. വീണ്ടും വലയിടാൻ വലയിടുമ്പോഴത്തേക്ക് വലിയൊരു മൂളക്കന്മാരി കാറ്റ്, വലിയൊരു കാറ്റ്. അപ്പോൾ കൂടെ നിന്ന ബോട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് വലയെടുത്തുകൊണ്ട് പോകുന്നത്. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സാധാരണ നമ്മുടെ ഈ തുണിയാട്ടിയൊക്കെ വിളിക്കുന്ന ആ ഒരു പരിപാടി, ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. വയർലെസ് വിളിച്ച് പറയുകയോ ഫോണോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു ബോട്ടിൽ അടുത്ത് വന്നപ്പോഴത്തേക്ക് മീനുണ്ട്. അവർ പറഞ്ഞ് വലയിടാൻ നോക്കരുത്, ഓടി നിങ്ങൾ കരപ്പാൻ നോക്കും. കാര്യം ചെയ്യുമ്പോൾ ഭയങ്കരമായ കാറ്റ് വരുന്നു. അപ്പോൾ സർക്കാരിൻ്റെയോ അല്ലെ നമ്മുടെ മറ്റുള്ള ഈ പറഞ്ഞ ഫോണൊന്നും ഇല്ലല്ലോ. വലയെടുത്ത് ഞങ്ങൾ അങ്ങേയറ്റം ഓടിയാൽ ഈ നീണ്ടര ഹാർബറിനകത്ത് കയറണമെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മതി. ആ സ്ഥലത്ത് 2-2.5 മണിക്കൂറോളം ബോട്ട് ഓടിയാണ്. അഴിമുഖം കാണാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഉദ്ദേശം വെച്ചിട്ട് വരിക. വന്ന വഴിയിലെല്ലാം ബോട്ടുകൾ താന്ന് 100-150 ബോട്ടോളം ഒന്ന് താന്ന്. അന്ന് എണ്ണത്തിൽ കുറവാണ് ബോട്ട്. ആ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 2 ബോട്ടുകാരെ എടുത്ത്, ബോട്ട് നിർക്കാൻ പറ്റത്തില്ല, അതിലുണ്ടായ ജീവനക്കാർ എല്ലാ ബോട്ടിനും 2 ബോട്ടിലും 5 ജീവനക്കാരും ഉണ്ടായിരുന്നു. അവരെ കരയ്ക്ക് എത്തിച്ച്. അപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം ഒന്നും അന്ന് ഇല്ലാത്തതിൻ്റെ ഇതിനകത്ത് വെള്ളം കയറും. ഓടി വരുന്ന കൂട്ടത്തിൽ വെള്ളം കയറും ബോട്ടിനകത്ത്. ആ വെള്ളവും കിട്ടിയ ചരക്കും എല്ലാം കൂടെ അങ്ങ് ബോട്ടിനകത്ത് പോയി. അപ്പോൾ അന്ന് വെള്ളം വേസ്റ്റ് വാട്ടർ കളയുന്നത് ഞങ്ങൾ കൈ കൊണ്ട് ഹാൻഡ് പമ്പ് ചാമ്പയാണ് കളയുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം കയറി അടയുകയാണ്. അകത്തോട്ട് പോകാനും പറ്റത്തില്ല, പോകാതിരിക്കാനും പറ്റത്തില്ല. ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതാണ് അതിനകത്ത്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറല്ല, ഇഞ്ചിൻ്റെ സെറ്റപ്പ് മൊത്തം നോക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി വേണം ഇതെല്ലാം വാരിക്കളയാനും ഈ പമ്പ് ക്ലിയറാക്കാനും. ആരും ഇറങ്ങാൻ നിൽക്കുകയാണ്. കാരണം അത്രയും നല്ല ശക്തിയായ ഈ കാറ്റും പിന്നെ റോളിങ്. ഈ റോളിങ്ങിന് ഒരു പ്രാവശ്യം ചരിയുമ്പോഴത്തേക്ക് ചരക്ക് ഇപ്പോഴത്തെ ബോട്ടുകളൊന്നും അല്ലല്ലോ, ചെറിയ ബോട്ടില്ലേ, ഇതിനകത്ത് പോകും. അങ്ങനെ അത് ഞങ്ങൾ അതൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കര വന്ന് ഈ ആൾക്കാരെയും കൊണ്ടുവന്ന് കര ഇറക്കി. ഞങ്ങളൊരു ഈ വലയെടുത്തിട്ട് 1/2 മണിക്കൂർ ഓടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ തുറമുഖം കാണാൻ പറ്റിയത്. അടുത്തടുത്ത് വരുംതോറും ഈ വലിയ തിരമാലകൾ ഈ ഉയർന്നു വരികയാണ്. അപ്പോൾ എല്ലാവരും വിഷമിച്ചു. കാരണം ഈ ഒരു തിര വന്നതിനകത്ത് വീണ എല്ലാവരും താഴെ പോകും. അപ്പോൾ എല്ലാവരും കൂട്ടത്തെ നിലവിളിയും. ഞങ്ങളുടെ ഈ പറഞ്ഞ ഇവിടെ ജോൺ ബ്രട്ട പാതകവർ പുള്ളിയെ വിളിച്ച് കരയുകയാണ്. എല്ലാവരും ഈ വന്ന ബോട്ടിൽ നമ്മൾ രക്ഷപ്പെടുത്തിയ ആൾക്കാരും ബോട്ടിലുണ്ട്. അവർ എല്ലാവരുടെ നിലവിളിക്കുകയാണ്. പക്ഷെ എന്നാൽ തന്നെയും ഞങ്ങളുടെ മനസ്സാന്നിധ്യം കൈവിട്ടില്ല. ഓടിച്ച സ്രാങ്ക് നേരെ തന്നെ ഓടിച്ച് നിർത്തി 2-3 മാരി ഓടി ഇറങ്ങി. ശക്തിയാണ് അത്, ദൈവത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ്. ഓടി 2-3-4 മാരിക്ക് ഓടിയപ്പോഴത്തേക്ക് ബോട്ട് ഹാർബറിനകത്ത് വന്നു. ഇന്നത്തെ സംവിധാനമല്ല, അന്ന് ഇപ്പം ഹാർബറെല്ലാം എന്തെല്ലാം ഇതായി, ഒരു കുഴപ്പമില്ല. അഥവാ എന്തൊരു അപകട സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും കരയിൽ നിന്ന് വിളിച്ച് പറയും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയും. അതൊന്നും ഇല്ലാത്ത സമയത്താണ്. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ നീണ്ടര ഹാർബറിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഇവിടെ കയറാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ അങ്ങ് കൊല്ലത്ത് കയറാം, അവിടെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതൊന്നും ചിന്തിക്കാനും ഒന്നും സമയമില്ല. അന്നില്ല, അവിടെ കൊല്ലത്ത് ബോട്ട് കയറാൻ പറ്റത്തില്ല. പോക്കി വന്ന സമയത്ത് ഞങ്ങൾ വെളുപ്പിനെ ഇവിടുന്ന് ഒന്നും അറിയുന്നില്ല. പടിഞ്ഞാറിന് ചെറിയ കാറ്റുണ്ടായിരുന്നു. ആ ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പുറത്ത് പോകത്തില്ല. ഞങ്ങൾ അതായത് കല്ലിനകത്ത്, അതായത് ഇവിടുന്ന് ഒരു 1/2-20 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ആ വലയുടെ ഗ്രൗണ്ടിൽ ചെല്ലും. അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ഞാൻ പോകുന്ന ബോട്ട് തന്നെ ആ കല്ലിൻ്റെ ഇതെല്ലാം അറിയാമായിരുന്നു. വലയിടാൻ പോയി, വലയിട്ടിട്ട് 10 മിനിറ്റ് പോലും വയ്ക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഈ ഭയങ്കരമായ റോളിങ്. വലയെടുത്തപ്പോൾ പറഞ്ഞ് നമുക്ക് കരപ്പാന്ന് പറഞ്ഞ് ഓടിയതാണ്. പക്ഷെ ഓടിയിട്ട് കിഴക്കോട്ട് വരുന്നില്ല. അപ്പോൾ വന്നതല്ലേ എണ്ണക്കിങ്ങനെ കിട്ടണം പറഞ്ഞ് വീണ്ടും വടക്കോട്ട്, അതായത് നീണ്ടിരുന്ന വടക്കോട്ട് പോയ കോൽത്തോട്ടം പുള്ളി അവിടെയും കല്ലിനകത്ത് വലിക്കാൻ അറിയാം. ആ പുള്ളി അങ്ങനെ അങ്ങോട്ട് ഓടിച്ച് വലയിട്ടപ്പോഴേ അങ്ങ് കാറ്റെന്ന് വെച്ചാൽ കിഴക്ക്, അപ്പോൾ കിഴക്ക് പോയി കാറ്റിൻ്റെ ശക്തി ഭയങ്കര ശക്തിയായി. വലയെടുത്ത് ഓടി ഹാർബറിൽ ഇവിടെ കര വന്നപ്പോഴത്തേക്ക് ഈ ഓഖിയുടെ ഏറ്റവും വലിയ മൂർധന്യ സമയത്താണ് ഞങ്ങൾ ഇതിനകത്ത് കയറുന്നത്. പിന്നെ പറയേണ്ട കാര്യമില്ല, അന്ന് മൊത്തം 1800-2000 രൂപയുടെ കിട്ടി. കൂടുതൽ വല വരിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ 2-3 ഇതിൽ
രണ്ടെണ്ണമാണ് നമുക്ക് ഏറ്റവും വലിയ ഇത് ഫീൽ ചെയ്തത്. അപ്പനും അമ്മയും ഞങ്ങൾ 9 മക്കളും ഉൾപ്പെടുന്നതാണ് ഈ കുടുംബം, എൻ്റെ കുടുംബം. അപ്പോൾ ഞങ്ങൾ ജ്യേഷ്ഠനും ഒരു സഹോദരിയെ കെട്ടിച്ചിട്ടുള്ളായിരുന്നു. ബാക്കി എല്ലാവരും ഇങ്ങനെ ജ്യേഷ്ഠൻ ജോലിക്ക് പോകുമായിരുന്നു. എന്നാൽ തന്നെയും 6 മണിക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു പള്ളി മണിയടിക്കും സന്ധ്യാനാമത്തിന്. ആ സമയത്ത് വീട്ടിലില്ലാത്ത ആൾ വീടിന് പുറത്ത് നിന്നോളണം, അത്ര കയറാൻ പാടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ അപ്പൻ്റെ നിയമമാണ്. അപ്പോൾ ഈ സമയം കഴിഞ്ഞ്, അതായത് സന്ധ്യാപ്രാർത്ഥന ഒരു 1/4 മണിക്കൂറുണ്ടാവും. ആ സമയത്തില്ലാത്ത ആൾ മുറ്റത്തൊരു തെങ്ങ് നിൽപ്പുണ്ട്, ആ തെങ്ങിൻ്റെ അവിടെ നിന്നോളണം. എവിടെ പോയി നിൽക്കും? വരുന്നത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് തമ്മിത്താൻ സ്തുതിയൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഇയാളെവിടെ പോയി നിൽക്കും. കളിക്കാൻ പോയി, അതിന് ഫുട്ബോൾ കളിയും അല്ലെ എന്താ ചെറിയ പന്തൊക്കെ എടുത്ത് എറിപ്പന്തൊക്കെ ഉണ്ട്, അത് കളിയും. ഇവിടുത്തെ പ്രാർത്ഥന ഇയാൾക്ക് അറിയാമോ? അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് കൃത്യമായ മറുപടി അല്ല, വീട്ടാവശ്യത്തിനുള്ള പരിപാടിക്കല്ല പുറത്ത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി അന്ന് ഞങ്ങളുടെ ഈ പള്ളിക്ക് അന്ന് ഈ പന്തൽ അലങ്കരിക്കാൻ വേണ്ടി പനങ്കമ്പെന്ന് ഒരു സാധനം കൊണ്ടുവരും. അപ്പൻ്റെ രീതി ഞാൻ പറയുക, ആ കമ്പിന് അയാളെ അറിയാവുന്ന, അതായത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിയമം വെച്ചാൽ അയാൾ അപ്പനകത്ത് പോകും, ആ രീതിയിലുള്ള അടിയാണ്. ഈ എല്ലാവരും ഒത്തുകൂടി ഈ സമയത്ത് സന്ധ്യാസമയത്ത് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ പ്രാർത്ഥന നിർബന്ധമാണ്. ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല, ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഞാനും അത് കണക്ക് തന്നെയാണ്. ഞാൻ പ്രത്യേക കുടുംബമായിട്ട് ഇവിടെ ഞാൻ മക്കളുടെ കൂട്ടത്തിൽ 7ാമത്തെ ആളായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കുടുംബമാണ്. ഇവിടുന്ന് ഈ സമയത്ത് ഞാനിപ്പോഴും ഈ വീട്ടിൽ 6:30 പള്ളി മണിയടിക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്രാർത്ഥന തുടങ്ങും. അത് 7:30 നമ്മൾ തീരും. എല്ലാ ദിവസവും ഉണ്ട്. ഈ ഞങ്ങളുടെ മധ്യസ്ഥനെയും മാതാവിനെയും എല്ലാം, പിന്നെ മരിച്ചുപോയ അപ്പനെയും, എൻ്റെ ഒരു കൊച്ചപ്പൻ ഇതായിരിക്കുന്ന മേളിലിരിക്കുന്ന കൊച്ചപ്പനാണ് പുള്ളി. ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നേ ഉള്ളൂ, ഒരു പോയിട്ട് വന്നേ ഉള്ളൂ. അവിടെയൊക്കെ പോയി പ്രാർത്ഥന മുടക്കാറില്ല. ഒഴിവാക്കാൻ വയ്യാത്ത, അതായത് അത്ര നിർബന്ധം മാത്രമേ മുടക്കത്തുള്ളൂ. എന്ന് വന്നാൽ 6:30 പ്രാർത്ഥന നിർബന്ധമാണ്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നു. ഞാനിപ്പം എൻ്റെ ഇപ്പോഴത്തെ ജോലി സ്ഥിതി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ 2 മണിയാകുമ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകും. പ്രാർത്ഥനയും കഴിഞ്ഞാൽ പോകുന്നത്. അത് കഴിഞ്ഞ് ബോട്ടിൽ ചെന്ന് എല്ലാവരും 6 പേരും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പ്രാർത്ഥന ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബോട്ട് സ്റ്റാർട്ട് പോകുന്നത്, എല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഇപ്പോഴത്തെ അതിസ്ഥിതി ഒരു 4 മണിക്കൂറത്തെ ജോലിയേ ഉള്ളൂ, 4-5 മണിക്കൂറത്തെ ജോലി. അത് കഴിഞ്ഞാൽ കര വരിക. ഞങ്ങൾ പണിക്ക് പോയ സമയത്ത്, അതായത് പണിക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത്, വർഷങ്ങൾക്കുള്ള കാര്യം പറയാം, അന്ന് ഞായറാഴ്ച ഒരു കാരണവശാലും ഞങ്ങൾ പള്ളിയിൽ പോകാതെ ബോട്ടിലോട്ട് പോകാറില്ല. ബോട്ടിൽ പണിയുണ്ടാവും, എന്നാലും ഞാൻ പോകത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടായാലും പള്ളിയിൽ പോകാതെ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ സംവിധാനമില്ല, 1 മാസവും 2 മാസവും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ആ പണിക്ക് പോകാത്തത് തന്നെ. ഒരുപാട് നാളായി ഞാൻ വർഷങ്ങളായിട്ട് ഞായറാഴ്ച പണിക്കാൻ പോകത്തില്ല, നിർബന്ധിച്ചാലും പോകില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ഒരു പ്രശ്നമില്ല. അവർ വരിക, നടത്തുക, അങ്ങ് പോവുക, എന്ന് വരുമെന്ന് എപ്പോൾ വരുമെന്നും അങ്ങനെ ഒന്നുമില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അന്ന് ഈ പറഞ്ഞ എല്ലാ 5 പേരുണ്ടെങ്കിൽ 5 പേരും ഞായറാഴ്ച ദിവസം മസ്റ്റായിട്ടും പള്ളിയിൽ പോയിരിക്കും. പിന്നെ ആരും നിർബന്ധിക്കത്തുമില്ല പള്ളിയിൽ പോയി പണിക്ക് പോകണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം. അല്ലാതെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഈ പഴയ ആൾക്കാരാണ്, അപ്പോൾ എന്നെപ്പോലുള്ള പ്രായക്കാരെല്ലാം പള്ളിയായിട്ട് ഈ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ഞായറാഴ്ച പോകാറില്ല. അതിനൊക്കെ തന്നെ ഞാൻ പൊന്നാനി പോയിട്ടുണ്ട്. പൊന്നാനി ചെന്ന് അവിടെ വെള്ളിയാഴ്ച പണിക്കാൻ അവർ വിടത്തില്ല. അവിടെയുള്ള ആൾക്കാർ നമുക്ക് പോകാം, പക്ഷേ അവിടെ വിടത്തില്ല അവർ. അങ്ങനെയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ അതിന് പകരം ഞായറാഴ്ച ഞങ്ങൾ അതിനും മുടങ്ങും. ഞങ്ങൾക്ക് 2 മുടക്കമാണ് അവിടെ ഈ പൊന്നാനിയിലെ പോകുന്ന സമയത്ത്. 31 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വിവാഹിതയാവുന്നത്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ അടുത്തുള്ളൊരു ആളെ കെട്ടിയത്. കാരണം ഒരുപാട് വീട്ടിൽ പ്രാരാബ്ദം ഉണ്ടാകൊണ്ട് നീണ്ടുപോയി. എനിക്ക് താഴെ 3 പേര് വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷമാണ്, എനിക്ക് നിർബന്ധിച്ചാണ് ഞാൻ കെട്ടുന്നത് തന്നെ. ഇപ്പം അതിനുശേഷം എനിക്ക് 2 മക്കൾ 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഒരാളിന്. ഒരാൾ
എഞ്ചിനീയറിംഗ് പഠിച്ച് അടുത്ത ആൾ MBA പഠിച്ചു. രണ്ടുപേരും ഇപ്പം ഈ ഒരാളിന് 7 മാസമേ ഉള്ളൂ അയച്ചിട്ട്. അതിൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു മോള്. മറ്റേ ആൾ അബുദാബിയിൽ അവർ ഫാമിലിയായിട്ട്. അയാൾ എഞ്ചിനീയറാണ്, അവിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നു. അങ്ങനെ ദൈവം നമുക്ക് അങ്ങനെ ഒരു പരാജയം വന്നില്ല. ഇപ്പം തന്നെ അതാ ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിക്ക് വേണ്ടി പണി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിലെ വഴിയില്ലായിരുന്നു. ഒരു ചെറിയൊരു ഗേറ്റ് അവിടെ ഉണ്ടായിരുന്നു. 2 വഴിയും തന്നു. ഇപ്പം നല്ല രീതിയിൽ എനിക്ക് ദൈവത്തിനോട് ആശ്രയിച്ച് ജീവിച്ചതാണ് ഞാൻ. ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല. ദൈവത്തോട് തന്നെ വിശ്വാസം ഇപ്പോഴും. ഭാര്യയും മക്കൾ രണ്ടുപേരും പുറത്തായതുകൊണ്ട് വീട്ടിലില്ല. വീട്ടിൽ ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞു കൂടുക. ഒരു ഞായറാഴ്ച സാധാരണ ബോട്ടിൽ മെയിൻ്റനൻസ് ചിലപ്പോൾ ഞായറാഴ്ചയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരാഴ്ചയിലെ പണി കംപ്ലീറ്റ് വിട്ടേക്കത്തേ ഉള്ളൂ. ഞായറാഴ്ചയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ എൻ്റെ ജോലിയാണ് നോസിൽ അഴിക്കുക. അതായത് ഈ വരവ് ബോട്ടിന് സ്പീഡൊക്കെ കുറയുമ്പോഴത്തേക്ക് നോസിൽ അഴിച്ച് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകും. അങ്ങനെ പോയി ഒരു സ്രാങ്കും ഞാനും ഉണ്ടായിരുന്നു ബോട്ടിൽ. ഞാൻ നോസിൽ അഴിച്ച് വെച്ചു. അപ്പോൾ എൻ്റെ ഓണർ അപ്പച്ചിയുടെ ഭർത്താവായിരുന്നു. പുള്ളി വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. നമ്മൾ ഈ നോസ് അപ്പോൾ ഇപ്പോഴത്തെ കണക്കല്ല, ഇപ്പം എന്തൊരു പണി വന്നാൽ അപ്പോഴേ തന്നെ കൊണ്ട് പണിയും. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു എന്താ കാര്യം. അപ്പോൾ മറ്റേ സ്രാങ്ക് പറഞ്ഞ് ഈ നോസിൽ വർക്ക് ചെയ്യുന്നില്ല. അതെന്ത് ആരാ പറഞ്ഞ് വർക്ക് ചെയ്തില്ല എടുക്കാൻ പറഞ്ഞു. എന്ത് നോക്കുക. അപ്പോൾ ഞാനത് ലൈൻ കൊടുത്തിട്ട് അന്ന് ഈ വീഞ്ച് എന്ന് പറയുന്നത് ഈ വല കയറാനുള്ളൊരു യന്ത്രമാണ് ഈ വീഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ബെൽറ്റിനിടയിൽ കൂടെ കൈയിട്ടിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ ബെൽറ്റ് അല്ല, ലിങ്ക് ബെൽറ്റ് എന്ന് പറയും, ചെറിയ കണ്ണിയുള്ള ആ ബെൽറ്റിനിടയിൽ കൂടെ കൈയിട്ട് ജോലി ചെയ്യുക. അപ്പോൾ അത് ഈ നോസിലഴിച്ച് വെച്ച് കാണിക്കാൻ വേണ്ടി അവിടെ ഇതിനകത്ത് നിന്നാൾ വീലോസിൽ നിന്നാൾ സ്റ്റാർട്ടിൽ ഞെക്കി. അപ്പോൾ 8-10 റൗണ്ടും കറങ്ങി. ഇപ്പോഴുണ്ട് അടയാളം. ഞരമ്പ് കട്ടായി. ഒരു 2 മാസത്തോളം അതുമായിട്ട് ഞാൻ ഒരുപാട് വേദന സഹിച്ചു. അതിനുശേഷമൊക്കെ വിവാഹം കഴിച്ചത്. ഇത് ചെറുപ്പത്തിൽ അത് എനിക്കൊരു 10-25 വയസ്സുള്ളപ്പം പറ്റിയതാണ്. അത് വലിയൊരു സംഭവമാണ്. എനിക്ക് ബോട്ടിൽ വരുന്ന ഏറ്റവും വലിയ അപകടം അതാണ്. പിന്നെ പല പ്രാവശ്യവും മറിഞ്ഞൊക്കെ കൊണ്ടിട്ടുണ്ട്. ബോട്ടിലൊക്കെ റോളിങ്ങൊക്കെ വരുമ്പോൾ മറിഞ്ഞൊക്കെ വീഴും. ഇപ്പോഴും നമ്മൾ 72 വയസ്സുണ്ടെങ്കിലും പണിക്കൊന്നും മാറി എല്ലാ പണിക്കും പോകുന്നുണ്ട്. എല്ലാ പണിയും ചെയ്യും. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഈ വീട്, അതായത് 6 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഞാനിവിടെ താമസിക്കുന്നു. അപ്പോൾ ഈ എൻ്റെ പരിസരത്ത് താമസിക്കുന്ന എല്ലാം എൻ്റെ സഹോദരങ്ങളും സഹോദരിയുടെ മക്കളൊക്കെയാണ്. എനിക്ക് വഴി പ്രശ്നം വലിയൊരു പ്രശ്നമായിരുന്നു. ദൈവത്തെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതാണ് വഴിയുടെ കാര്യം. തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം എന്നെ ഒരു ചെറിയ ഗേറ്റ് മാത്രമാണ് എനിക്ക് തന്നത്. ഇപ്പോൾ പള്ളിക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ എങ്ങും പോയില്ല. ദൈവത്തിനെ വിളിച്ച വിളിയൻ്റെ പേരിൽ എനിക്ക് മാത്രം അങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ ഒരു വഴി 4 മീറ്റർ വഴി എനിക്ക് ഈ എൻ്റെ ഫാദർ, അതായത് ജോൺ ബ്രിട്ടോ എന്ന് പറയുന്ന ആൾ നമുക്ക് വിശ്വാസം. ഇപ്പോഴും ഞാൻ എന്ന് പറയുന്നത് എന്തെങ്കിലും അവിടെ പോയിട്ട് വന്നത് ഒരിയൊരു ഇതേ മധ്യസ്ഥൻ അവിടെയുണ്ട്. ഞാൻ അവിടെ എല്ലാം മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ച എനിക്ക് ഈ ഒരു മക്കളുടെ കാര്യത്തിന് വേണ്ടിയാണ്. ഈ വഴിയുടെ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ പണിക്ക് പിന്നെ സീസൺ സമയത്ത് ഭയങ്കര റോളിങ്ങുള്ള സമയമാണ്. ഇപ്പം ബോട്ടുകൾ ഒരുപാടായി. ഞങ്ങൾ ചെറിയ ബോട്ടല്ലേ, ഞങ്ങൾ വല വലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വേറൊരു ബോട്ട് എതിരെ ക്രോസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുമായിരുന്നു. വലിച്ചുകൊണ്ട് പോയി തമ്മിൽ തന്നെ ഉടക്കി. ഞങ്ങൾ 6 പേര് ബോട്ടിലുണ്ടായിരുന്നു. ചരക്കിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാവശ്യം. അപ്പോൾ എതിരെ വന്ന ബോട്ടെന്ന് പറയുന്നത് ഹോഴ്സ് പവർ കൂടിയ ബോട്ടാണ്. ഇപ്പോഴത്തെ ചൈന ബോട്ട്. ഞങ്ങളുടെ ഇതിനകത്ത് വലയിടകത്ത് ഉടക്കിയിട്ട് വലിച്ച് പൊട്ടിച്ച് റോപ്പ് വന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാ ജോലിക്കാരൻ്റെ ഇവിടെ ഈ തലയിൽ കൂടെ ഇങ്ങനെ വീണ് ശരീരം മൊത്തത്തിലങ്ങ് ചത്തണൊക്കെ കിടക്കുക. ഞങ്ങളെല്ലാം വിഷമിച്ച് ആളിനെ ഉടനെ വേറൊരു ബോട്ടുകാരൻ വന്നു. ഞങ്ങളുടെ റോപ്പ് പിന്നെ ബോട്ട് ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. പിന്നെ അടുത്തൊരു ബോട്ട് വന്ന് അയാളെ എത്രയും പെട്ടെന്ന് കരയെത്തിച്ച് ആംബുലൻസിനകത്ത് കൊണ്ടുപോയി. അയാൾക്ക് എൻ്റെ 7-8 ലക്ഷം രൂപയോളം ചിലവ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിഷമിച്ചു. കാരണം ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങളാൽ ഉത്തരവാദി. ഏറ്റവും വലിയൊരു വിഷമമുണ്ടാക്കിയൊരു സംഭവമായിരുന്നത്. തീർച്ചയായിട്ടും ആ ഇടപെടൽ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഈ ആളിനെ ഈ വീണ് കണ്ട് ഈ ചോര വിളിച്ച് കിടക്കുന്നത് കണ്ട് ഞങ്ങളെല്ലാവരും നിലവിളിച്ച്. ഒരു ആൾക്കാരും വരുന്നില്ല. അതിൻ്റെ അരമണിക്കൂറിലും കഴിഞ്ഞാണ് ഈ സംഗതി വേറെ ബോട്ട് അവൻ എന്തോ ദയ തോന്നി ഓടി വന്നത്. അപ്പം ഞങ്ങളുടെ ദൈവത്തിന് വിളിച്ചതിൻ്റെ വിളി തന്നെയാണ് അന്ന് വന്നത്. ഇപ്പോഴും ദൈവത്തിന് അതിനെ സ്തുതിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൊലപാതകത്തിന്, അതായത് അപകടം പൊട്ടിച്ചേറ്റല്ലേ, അപ്പോൾ ഞങ്ങളെല്ലാം ഉത്തരവാദികളാണ്. ആ ഒരു കാര്യത്തിന് ദൈവം നല്ലോണം ഇടപെട്ടു. ഞങ്ങൾ വിളിച്ച്
സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ മധ്യസ്ഥനെ വിളിച്ചാൽ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം നല്ലോണം ഇടപെട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് അത് ക്ലിയറായി കിട്ടിയത്. ആൾ മരിച്ചു പോകുന്ന വിചാരിച്ചാണ്. എത്രയും ദിവസം വലിയ ഹോസ്പിറ്റലിൽ അയാളെ ചികിത്സയിലിട്ട് രക്ഷപ്പെട്ട് കിട്ടിയ ആൾ. അപ്പോൾ ഞങ്ങളിവിടെ പണിക്ക് വരുന്നുണ്ട് ആൾ. ആ 1 വർഷം പണിക്കാൻ പറ്റില്ല ആളാണ്. 8-7 ഈ ശരീരത്തിൽ ഈ ഒടിവുണ്ടായിരുന്നു, എല്ലിന്, കൈ, കാല്, ഈ നടുഭാഗം, അതെല്ലാം രക്ഷപ്പെട്ടു. ഇവിടുന്ന് ഈ ചെവിയുടെ ഇവിടുന്ന് അങ്ങ് തൊലി മൊത്തത്തിൽ അങ്ങ് വാർന്നു പോയി. രക്ഷപ്പെട്ട് അത് ദൈവത്തിൻ്റെ ഒരു കളി തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ. സുനാമിയുടെ വീടെന്ന് വെച്ചാൽ ഞങ്ങൾ കടലിൽ കിടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് വേറൊന്നും ആലോചിക്കില്ല. ഞങ്ങൾ പണി സ്ഥലത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ മാർഗം മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷേ ഭയങ്കരമായ ഭീകരത തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ചെറിയ ബോട്ടുകളായതിൻ്റെ ഞങ്ങൾക്ക് വലിയ ഇതൊന്നുമില്ല. ഇപ്പോഴത്തെ ബോട്ടുകളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അന്ന് എല്ലാവരും വിഷമിച്ചു, കംപ്ലീറ്റ് ആൾക്കാരും വിഷമിച്ചു. ഞങ്ങൾ ഈ പറഞ്ഞ ദൈവത്തെ വിളി ഉണ്ടല്ലോ, ഞങ്ങൾ എന്ത് അപകടം വന്നാലും ഉടനെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അതിനകത്ത് മറ്റേ ഇതൊന്നുമില്ല. ക്രിസ്മസിൻ്റെ പിറ്റേന്ന് അപ്പം അതുപോലെ ഞാൻ ഞായറാഴ്ച ബോട്ടിൻ്റെ കൂടെ ഇതിന് പോയതാണ്. 25-ാം തീയതി ക്രിസ്മസിൻ്റെ പിറ്റേന്ന് പോകുമ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ അടുത്തൊരു തോടുണ്ട്. അവിടെ അതിൻ്റെ മേളിൽ വെള്ളം നിറഞ്ഞു പോകുന്നു. സംഗതി ചോദിച്ചു അവിടെ ബോട്ടിന് ചെന്നപ്പോഴായ ബോട്ടെല്ലാം കെട്ടുപൊട്ടി നിൽക്കുകയാണ്. 2 ബോട്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ബോട്ട് കരക്കിടയ്ക്കുക. ഒരേ കടലിൽ വരുന്നതിനേക്കായി നല്ല സ്പീഡാണ് മാരി വന്ന് കടലിൽ അതിൽ പോകുന്നത്. അതുകൂടി തന്നെ ഞങ്ങൾ പിന്നെ ഒരു 3 ദിവസം പണിക്കൊന്നും പോകാൻ പറ്റിയില്ല. മൊത്തത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ ഇതുണ്ടെന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. മറ്റുള്ള രീതിയൊന്നുമല്ല. എനിക്കുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും ദൈവം തന്നെയാണ് നമുക്കെല്ലാം തരണം ചെയ്ത്. ഒരുപാട് വിഷമസന്ധികൾ വെച്ചാൽ മക്കളെ കല്യാണം അയച്ചപ്പോഴും നമ്മുടെ ഈ വീട് വയ്ക്കാനും ഞാൻ തുച്ഛമായ പൈസ കൊണ്ടാണ് വീട് പണി തുടങ്ങിയത് തന്നെ. ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ച്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുണ്ട്. ചോദിച്ചവരാരും നമ്മൾ കൈമളത്തിൽ കാണിച്ചില്ല. എല്ലാവരും തന്നു. പിന്നെ ഞാൻ 3 വർഷം ഗൾഫിൽ പോയി എൻ്റെ കടം എല്ലാം വീട്ടി എൻ്റെ മക്കളെ 2 പഠിപ്പിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ വേറൊന്നുമല്ല, ഒന്നും ഉണ്ടായില്ലെങ്കിലും ഇത്രയെങ്കിലും ദൈവം തന്നു. ആ ദൈവത്തിന് നന്ദി തന്നെയാണ്. ഒരുപാട് സഹായം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് ദൈവം ഇത്രയും നാൾ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ജോൺ ബിട്ടോയോടും മാതാവിനോടും ഔസേപ്പിതാവിനോടും ഞാൻ നന്ദി പറയുന്നു.